അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഒരുക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷകളെ കുറിച്ച് ഒരുത്തൻ അറിഞ്ഞിരുന്നെങ്കിൽ മാ തമിഅ ബിജന്നതിഹി അഹദുൻ, ഒരാളും അല്ലാഹുവിന്റെ സ്വർഗത്തിനെ പ്രതീക്ഷിക്കില്ല. കാരണം അത്ര ഗൗരവത്തിൽ അത്ര ഭയാനകമായ ശിക്ഷ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വലൗ യഅലമുൽ കാഫിർ, ഒരു കാഫിർ അറിഞ്ഞിരുന്നെങ്കിൽ മാ ഇൻദല്ലാഹി മിനർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് എത്രത്തോളമാണെന്നൊരു കാഫിർ അറിഞ്ഞിരുന്നെങ്കിൽ മാ ഖനിത മിൻ ജന്നതിഹി അഹദുൻ, ഒരാളും സ്വർഗം കിട്ടുമെന്നതിൽ നിരാശപ്പെടുകയുമില്ല. അതായത് അള്ളാഹുവിന്റെ ശിക്ഷ അത്ര ഭയങ്കരമാണ്, അള്ളാഹുവിന്റെ റഹ്മത്തും അത്ര വിശാലമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. സത്യവിശ്വാസികളെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥം നമ്മൾ നോക്കിയിരുന്നു. അതിൽ ഒന്നാമത്തെ ബാബായ മഅരിഫത്തുല്ലാഹ് വൽ ഈമാനു ബിഹ്, അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിലുള്ള വിശ്വാസവും, അതിലെ 12 ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദർസിലെടുത്ത അവസാനത്തെ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള 100 റഹ്മത്തുകളായി തിരിച്ച് അതിലൊന്നു മാത്രം ദുനിയാവിലേക്ക് അയച്ചു. 99 എണ്ണം അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്തേക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ വായിച്ചു. അടുത്ത ഹദീസ് 13-ാമത്തേത് وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ കാഫിറ ഇദാ അമില ഹസനതൻ ഉത്ഇമ ബിഹാ തുഅമതൻ മിനദ് ദുനിയ വഅമ്മൽ മുഅ്മിനു ഫഇന്ന അല്ലാഹ യദ്ഖിറു ലഹു ഹസനാതിഹി ഫിൽ ആഖിറതി വയുഅഖിബുഹു റിസ്ഖൻ ഫിദ് ദുനിയ അലാ ത്വാഅതിഹി. റവാഹു മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ കാഫിറ, തീർച്ചയായിട്ടും ഒരു കാഫിർ, ഇദാ അമില ഹസനതൻ, അവനൊരു നന്മ ചെയ്താൽ, ഉത്ഇമ ബിഹാ തുഅമതൻ മിനദ് ദുനിയ, ദുനിയാവിൽ അതിന്റെ പേരിൽ അവന് ഭക്ഷിപ്പിക്കുന്നതാണ്, അവന് ആ നന്മ ചെയ്തതിന് പകരമായിട്ട് അല്ലാഹു തആല ദുനിയാവിൽ നൽകുന്നതാണ്. വഅമ്മൽ മുഅ്മിൻ, എന്നാൽ മുഅ്മിനിന്റെ കാര്യമോ, ഫഇന്ന അല്ലാഹ യദ്ഖിറു ലഹു ഹസനാതിഹി ഫിൽ ആഖിറ, ആ മുഅ്മിനിന് അവന്റെ നന്മക്ക് പകരമായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് ഒരു സ്വരൂപിച്ചു വെക്കും. വയുഅഖിബുഹു റിസ്ഖൻ ഫിദ് ദുനിയ അലാ ത്വാഅതിഹി, അവൻ അല്ലാഹുവിനെ അനുസരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവന് ദുനിയാവിൽ റിസ്ഖ് നൽകുകയും ചെയ്യും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദിലിനെയാണ്, നീതിയെയാണ് ഈ ഹദീസിൽ നാം മനസ്സിലാക്കുന്നത്. കാരണം ഒരു കാഫിറാണെങ്കിലും, അള്ളാഹുൽ വിശ്വസിക്കാത്ത, അവന്റെ റസൂലിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ അനുസരിക്കാത്ത, ധിക്കരിക്കുന്ന ഒരു കാഫിറാണെങ്കിലും അവൻ ദുനിയാവിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ, ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവർ, മറ്റുള്ളവരെ സഹായിക്കുന്നവർ, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും. അതുപോലെ നന്മയായിട്ട് എന്തെങ്കിലും ഒരു കാഫിർ ചെയ്താലും അവന് അതിന്റെ പേരിൽ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവന്റെ നിയത്ത് എന്താണോ അതിന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിൽ അവൻ എന്താ നൽകും. ചില ആളുകൾ പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യും. കാരണം അവർക്ക് എന്തായാലും അല്ലാഹുവിന്റെ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. ദുനിയാവിലെ ആളുകൾ അറിയപ്പെടണം, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടണം, എന്തെങ്കിലും നേട്ടം ഉണ്ടാവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിയത്തിൽ. അപ്പൊ എന്താണോ അവന്റെ നിയത്ത് അതിനനുസരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാഫിറിന് ദുനിയാവിൽ കൊടുക്കും. എന്നാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് ഒരുക്കൂട്ടും. പരലോകത്ത് അവന് സ്വർഗത്തിലെ ഏറ്റവും വിശാലമായ അനുഗ്രഹങ്ങൾ കൊടുക്കാനും, അതുപോലെ പിന്നെ ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും പരലോകത്തിന് ഖബറിലും അതുപോലെയുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലെല്ലാം അനുഗ്രഹങ്ങൾ നൽകാൻ ഒരുമിച്ച് കൂട്ടും. അതേസമയം അവൻ എത്രത്തോളം അള്ളാഹുവിനെ അനുസരിക്കുന്നുവോ
അതിനനുസരിച്ച് അവന്റെ റിസ്ക് വർദ്ധിക്കുകയും ചെയ്യും. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരാൾ ചെയ്യുന്ന പാപം കാരണത്താൽ അവന്റെ റിസ്ക് കുറയും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണമോ സമ്പത്തോ മാത്രമല്ല, അവന്റെ ഈമാൻ, അവന്റെ ഇൽമ്, എന്തൊക്കെ കാര്യങ്ങളോ ദീനിയായിട്ടുള്ള റിസ്ക്കും ദുനിയയായിട്ടുള്ള റിസ്ക്കും ഇതെല്ലാം അവൻ ചെയ്യുന്ന പാപം കാരണങ്ങൾ തടയപ്പെടും. അതേസമയത്ത് അനുസരിക്കുന്നിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദ്ൽ, നീതിപൂർവമുള്ള അള്ളാഹുവിന്റെ തീരുമാനത്തെ, കാരണം ഒരു കാഫിറാണെങ്കിൽ പോലും ദുനിയാവിന് വേണ്ടി അവൻ ചെയ്യുന്ന കാര്യം ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു, പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനിന് അവന്റെ കർമ്മങ്ങൾ മാറ്റിവെച്ച് സ്വരുക്കൂട്ടി വെച്ച് ദുനിയാവിലും കൊടുക്കുന്നു എന്നുള്ളത്. അടുത്ത ഹദീസ് 14-ാമത്തേത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ, വലഹു അൻഹു മർഫൂഅൻ, ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദുഹു അലൈഹാ വയശ്റബു അശ്ശർബത ഫയഹ്മദുഹു അലൈഹാ. അഖ്റജഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദുഹു അലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ തൃപ്തിപ്പെടുന്നു. അൻ യഅകുലുൽ അക്ലത, അവനൊരു ഭക്ഷണം കഴിക്കുന്നു, ഫയഹ്മദുഹു അലൈഹ, അതിനവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. വയശ്റബു അശ്ശർബത, അവനെന്തെങ്കിലും വെള്ളം കുടിക്കുന്നു, ഫയഹ്മദുഹു അലൈഹ, അവൻ അതിന്റെ മേലെ അല്ലാഹുവിനോട് ഹംദ് ചെയ്യുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തായ അർറിള, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നവനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ കുറിച്ച് തൃപ്തിപ്പെടുന്നവനാണ് എന്നുള്ള ആ സിഫത്തിനെ നമുക്കിതിൽ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദർസുകളിലെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ള സിഫത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിയായ റഹ്മത്ത് ചൊരിയുന്നവനാണ്. ആ കൂട്ടത്തിൽ നാം പറഞ്ഞ കാര്യമാണ്, റഹ്മത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിയായിട്ടുള്ള സിഫത്താണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്ന സിഫത്താണ് റഹ്മത്ത് എന്നുള്ളത്. അതേ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഗളബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുക എന്നുള്ളത്, അത് ഇഖ്തിയാരി ആയിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ ഇറാദത്തനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കോപം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അർറിള എന്നുള്ളതും ഇഖ്തിയാരി ആയിട്ടുള്ളതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നു. അത് അവരുടെ കർമ്മങ്ങൾ കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം തൃപ്തിപ്പെടുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോ ഇതിലെന്താണ്, ഈ ബാബിന്റെ പേരെന്നെ എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും അതുപോലെ അള്ളാഹുവിന്റെ വിശ്വാസവുമാണ്. അപ്പൊ നമ്മുടെ റബ്ബ് നമ്മെ പറ്റി തൃപ്തിപ്പെടാൻ നാം പരിശ്രമിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ ആ തൃപ്തി നേടിയെടുക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിയുക, അതാണ് നാം ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, സ്വഹാബികളെ പറ്റിയിട്ട് അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും തൃപ്തിപ്പെട്ടു. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയിൽ ബൈഅത്തിൽ പങ്കെടുത്ത സ്വഹാബികളെ പറ്റി ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിന് കീഴിൽ നിന്നോട് ബൈഅത്ത് ചെയ്തവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സഹാബാക്കളെ പറ്റി മറ്റൊരു വാക്ക് നമുക്ക് കാണാം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. മുന്നിട്ട് പോയ മുഹാജിരിങ്ങൾ, അതുപോലെ അൻസാരികൾ, അതുപോലെ അവരെ ഇഹ്സാനോടുകൂടി പിൻപറ്റുന്നവർ, അവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ തൃപ്തി എന്നുള്ളത് നമ്മൾ സാധാരണ സഹാബാക്കൾക്ക് വേണ്ടി തർളീത്ത് നടത്തും, ദുആ ചെയ്യും, റളിയല്ലാഹു അൻഹു എന്ന് പറയും. അത് എല്ലാവർക്കും ഉണ്ടാവും. നാം ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾക്ക് അടിസ്ഥാനത്തിൽ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് അല്ലാഹുവിന് ഗളബുണ്ടാവും. പക്ഷെ എന്താണ്, അത് ഇഖ്തിയാരിയാണ്, അല്ലാഹു ഉദ്ദേശിക്കുമ്പോഴാണ്. പക്ഷെ അല്ലാഹുവിന്റെ റഹ്മത്ത് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉണ്ടാവുന്ന ദാത്തിയായിട്ടുള്ളതാണ്. ഒരിക്കൽ ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരാള് ഒരു ചോദ്യം ചോദിച്ചു.
ഒരു കൂട്ടത്തിനിടയിൽ അയാൾ ചോദിച്ചു, സ്വഹാബികൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും വേണ്ടി തർളിയത്ത് അഥവാ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, പറ്റുമോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ സ്വഹാബികൾക്കാണ് സാധാരണ ചെയ്യാറുള്ളത്, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കുഴപ്പമില്ല. അയാൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് കുറച്ചു നേരം തല താഴ്ത്തി നിന്നിട്ട് വീണ്ടും അയാൾ ചോദിച്ചപ്പോ തല ഉയർത്തിയിട്ട് പറഞ്ഞു, റളിയല്ലാഹു അൻക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ തൃപ്തിപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ആമീൻ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അതായത് ഏതൊരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാം അവന്റെ കർമ്മങ്ങൾക്ക് അടിസ്ഥാനത്തിൽ. ആ കർമ്മത്തിൽപ്പെട്ടൊരു കർമ്മമാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ആരെ പറ്റിയിട്ട് അവിടെ തൃപ്തിപ്പെടുന്നത്? അനിൽ അബ്ദ്, ഒരു അടിമ, അൻ യഅകുലുൽ അക്ലത, അവനൊരു ഭക്ഷണം കഴിക്കുന്നു, ഫയഹ്മദുഹു അലൈഹ, അതിന്റെ പേരിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നു, ഹംദ് പറയുന്നു. വയശ്റബു ശർബ, അവന് ഒരു വെള്ളം കുടിക്കുന്നു, ഫയഹ്മദുഹു അലൈഹ, അതിന്റെ പേരിൽ അവൻ ഹംദ് ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും വേറെ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ഓരോ ഉരുള കഴിക്കുമ്പോഴും അൽഹംദുലില്ലാ പറയാമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ് കാണാൻ സാധിക്കും. നമ്മൾ തുടക്കം കഴിഞ്ഞ അവസാനത്തിലല്ലേ പറയാറുള്ളത്. പക്ഷേ ഓരോ ഉരുള, അവിടെ അക്ലത്ത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഉരുള, ഓരോ മുറുക്ക് വെള്ളം കുടിക്കുമ്പോഴും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ ഫളലാണ്, ഔദാര്യമാണ്. ഇവിടെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവത്തി, എന്റെ കഴിവോ ശക്തിയോ ഇല്ലാതെ എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ച അള്ളാഹുവിന് സ്തുതി. അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും എല്ലാം. അങ്ങനെ ഹംദ് ചെയ്യുന്ന ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും. അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള സിഫത്ത് അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ഗളബ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന അടിമകളുടെ മേലെ ഉണ്ടാവും. അതായത് അവർ ചെയ്യുന്ന മഅസിയത്തിന്റെയും, അത് ഓരോ അളവിലായിരിക്കും, ചിലപ്പോ കൂടും ചിലപ്പോ കുറയും, ഓരോ അളവിലായിരിക്കും. അതിനുള്ള ദലീലായിട്ട് നമുക്ക് കാണാം, നാളെ പരലോകത്ത് വിചാരണ തുടങ്ങാൻ വേണ്ടി ജനങ്ങൾ ഓരോരുത്തരും ഓരോ പ്രവാചകന്മാരുടെ അടുത്ത് ചെല്ലും. ഒന്ന്, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തണം, അള്ളാഹുവിനോട് പറയണമെന്ന് പറയുമ്പോ ആ പ്രവാചകന്മാര് പറയുന്ന മറുപടി ഉണ്ട്. അതിലൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ഹദീസുകൾ നമുക്ക് കാണാം, ഇന്ന റബ്ബി ഖദ് ഗളിബ അൽയൗമ ഗളബൻ ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ലബ് ബഅദഹു മിസ്ലഹു, എന്റെ റബ്ബ് ഇന്ന് വളരെയധികം കോപിതനാണ്. ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലഹു, ഇതിനു മുമ്പ് ഇങ്ങനെ കോപിച്ചിട്ടില്ല. വലൻ യഗ്ലബ് ബഅദഹു മിസ്ലഹു, ഇതിന് ശേഷം ഇങ്ങനെ കോപിക്കുകയില്ല. അതായത് ആ വിചാരണയുടെ അവസ്ഥയിൽ പിന്നെ കുഫാറുകളോട്, അള്ളാഹുവിനെ ധിക്കരിച്ചവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗളബ് അത്ര ശക്തമാണ്. അപ്പൊ അത് പല രീതിയിൽ കുറയുകയും കൂടുകയും ചെയ്യാം. അപ്പൊ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് റിള എന്നുള്ളൊരു സിഫത്തുണ്ട്. അത് ഇഖ്തിയാരിയാണ്, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് അടിമയുടെ ഓരോ ഗുണങ്ങൾക്കനുസരിച്ചാണ്. ആ ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കണം. അതിലൊരു ഗുണമാണ് ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും ഹംദ് ചെയ്യുക എന്നുള്ളത്. ബാക്കിയുള്ള ഏത് അമലും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഹദീസിൽ 15ാമത്തെ ഹദീസ്, വഅൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തത്തിസ് സമാ വഹഖ ലഹാ അൻ തഇത്ത ما فيها موضع 4 أصابع إلا وملك واضع جبهته لله ساجدا والله لو تعلمون ما أعلم لضحكتم قليلا ولبكيتم كثيرا وما تلذذتم بالنساء على الفرش ولخرجتم إلى السعدات تجأرون إلى الله. رسول الله صلى الله عليه وسلم أطت السماء وحق لها أن تئت. അതായത് അത്തീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും വാഹനത്തിന്റെ മേലോ അല്ലെങ്കിൽ സാധനത്തിന്റെ മേലോ ഭാരം കൂടിയിട്ട് ഉണ്ടാകുന്ന ശബ്ദമാണ്. ഒരു വാഹനത്തിന്റെ മേലെ ഭാരം കൂടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം കൂടി ഉണ്ടാവുന്ന ശബ്ദത്തിനാണ് അത്തീത്ത് എന്ന് സാധാരണ പറയാം. ഇവിടെ അത്തത്തിസ്സമ, ആകാശത്തിന് ഭാരം കൂടുതൽ കാരണത്താൽ ശബ്ദം ഉണ്ടായിട്ടുണ്ട്. വഹുഖ ലഹാ അൻ തഇത്ത്, ആകാശം അതിന് യോജിച്ചതാണ്, ആ ശബ്ദം ഉണ്ടാവേണ്ടതാണ്. എന്നിട്ട് പറയാണ്, മാ ഫീഹാ മൗദിഉ 4 അസ്വാബിഅ ഇല്ലാ വമലകുൻ വാലിഉൻ ജബ്ഹതുഹു ലില്ലാഹി സാജിദ, അവിടെ ആകാശത്ത് 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലമില്ല. അവിടെ ഒരു മലക്ക് ആ മലക്കിന്റെ നെറ്റി സുജൂദിലായിക്കൊണ്ട് വെച്ചിട്ടല്ലാതെ, ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലം അവിടെ ആകാശത്തില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹി
അള്ളാഹുവാണ്. ലൗ തഅലമൂന മാ അഅലം, എനിക്കറിയാവുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി പറയാണ്, എനിക്കറിയാവുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. വമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുറുഷ്, നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ സ്ത്രീകളെ ആസ്വദിക്കുകയില്ല. വല ഖറജ്തും ഇല സുഅദാതി തജ്അറൂന ഇലല്ലാഹ്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വഴികളിലുമായിട്ട് അള്ളാഹുവിനോട് നിലവിളിച്ച് സഹായം ചോദിക്കുന്ന അവസ്ഥയിലാകുമായിരുന്നു. വളരെയധികം ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും യാഥാർത്ഥ്യം നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ അള്ളാഹുവിന്റെ അവമത്ത് പഠിപ്പിക്കുകയാണ്. കാരണം ആകാശലോകത്ത് ആ ഭാരം കാരണത്താൽ ആകാശത്തിൽ ശബ്ദമുണ്ടായിരിക്കുന്നു. എന്നിട്ട് ആ ഭാരത്തിന്റെ ഒരു കാരണം എന്നോളം പറയാണ്, അവിടെ ഒരു സ്ഥലമില്ല, 4 വിരൽ വെക്കാനുള്ള ഒരു അത്ര സ്ഥലം പോലുമില്ല ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ. 7 ആകാശലോകത്ത് നമുക്ക് അതിന്റെ വിശാലത അറിയില്ല, അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണം അറിയില്ല, അത്രത്തോളം മലക്കുകളുണ്ട്. നമുക്കറിയാം, അവിടെ ബൈത്തുൽ മഅ്മൂറിൽ കഅബയുടെ നേരെ മുകളിൽ 7 ആകാശത്തിലുള്ള അവിടുത്തെ കഅബയിൽ ഓരോ മലക്കുകൾ ഒരു ദിവസം 70,000-ഓളം പേര് തവാഫ് ചെയ്തു പോവുകയാണ്. ഈ 70,000 പേര് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരില്ല, പുതിയ ആളുകളെ വരിക. അങ്ങനെ വർഷങ്ങളോളം അത് നടക്കുന്നുണ്ട്. ആ മലക്കുകളുടെ വലിപ്പം എത്രത്തോളമാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് 600 ചിറകുള്ള അത്രത്തോളം വിശാലം. അർശിനെ ഹംല് ചെയ്യുന്ന, അർശിനെ ഏറ്റുന്ന മലക്കുകളുടെ ചെവിയുടെ ഈ ഭാഗവും തോളും തമ്മിൽ 70ഓളം, അല്ലെങ്കിൽ 70 മാസം 70 ദിവസം, എനിക്ക് ഓർമ്മയില്ല, ഹദീസിൽ വന്നിട്ടുണ്ട്. അത്രത്തോളം യാത്രാ ദൂരം, അത്രത്തോളം വിശാലമായ, അത്രത്തോളം ഗാംഭീര്യമുള്ള മലക്കുകൾ, അത് എണ്ണിയാൽ തിട്ടപ്പെടുത്താത്ത, അവരെല്ലാം അള്ളാഹുവിന് സുജൂദിലായിക്കൊണ്ട് അവരെല്ലാം സൃഷ്ടിച്ച റബ്ബുൽ ആലമീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വം പറഞ്ഞു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവമത്ത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു തരാണ്. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി, അള്ളാഹുവാണ്, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞിറങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച്, പരലോകത്തെ സംവിധാനങ്ങളെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച്, നരകത്തെ ശിക്ഷകളെ സംബന്ധിച്ച്, ഇതെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെ കണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശലോകത്തെ മലക്കുകളുടെ സംവിധാനത്തെ ഇസ്രാ മിറാജിൽ കണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് പറയാണ്, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലവഹിക്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ അധികം ചിരിക്കില്ലായിരുന്നു, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് സ്വഹാബാക്കൾ എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്ന സമയത്തായിരുന്നു എന്ന് ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ. വലബകൈതും കസീറ, ധാരാളമായി കരയുമായിരുന്നു. ഈ ഭയപ്പാടുകൊണ്ട്, കാരണം നമ്മൾ ദുനിയാവിന്റെ ഹാലുകളിൽ, ആസ്വാദനങ്ങളിൽ പലപ്പോഴും അള്ളാഹുവിന്റെ അളമത്തിനെ സംബന്ധിച്ചും പരലോകത്തെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മറന്നുപോവാണ്. എന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറയാം, അതെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ പറയാണ്, വമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുറുഷ്, നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളുടെ ഭാര്യമാരെ ആസ്വദിക്കില്ല. അതായത് ഒരു മനുഷ്യൻ ആസ്വാദനം കണ്ടെത്തുന്ന ഒരു കാര്യത്തിലും അവൻ ആസ്വാദനം കണ്ടെത്താൻ പറ്റൂല, ഇതിനെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട. എന്നിട്ട് എന്താ ചെയ്യാ? വല ഖറജ്തും ഇല സുഅദാതി തജ്അറൂന ഇലല്ലാഹ്, നിങ്ങൾ വീട്ടിൽ നിന്ന് പേടിച്ച് പുറത്തിറങ്ങി വഴികളിൽ ഇറങ്ങി അള്ളാഹുവിനോട് നിലവിളിച്ച് സഹായം ചോദിക്കുന്ന അവസ്ഥയിലായിരിക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ എല്ലാം യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരാത്തതിന് പിന്നെ വലിയ ഹിക്മത്തുണ്ട്. കാരണം അതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, നമുക്കിവിടെ അള്ളാഹുവിനെ ശരിക്കും ഇബാദത്ത് ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയധികം നമ്മൾ ഭയപ്പെട്ടു പോകും. എന്തിന്? ഒരു മരണചിന്ത പോലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവില്ല. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തിറിൽ പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഒരു ബാബുണ്ടായില്, അദ്ദേഹം പറയാണ്, ഞാനൊരു ജനാസയിൽ പങ്കെടുത്തു. അപ്പൊ ഞാൻ ജനാസയിൽ പങ്കെടുത്തപ്പോൾ ആളുകളെല്ലാം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് പോന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ അതെല്ലാം മറന്നു, മരണത്തിന്റെ കാര്യം മറന്നു, ബാക്കിയുള്ള കാര്യം മറന്നു. അവർ തമാശ പറയാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം പറയാം, ഞാൻ കുറെ ചിന്തിച്ചു, എന്തായിരിക്കും ഇതിനുള്ള കാരണം? കാരണം നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ്.
നമ്മളൊരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ, അല്ലെങ്കിൽ ഒരു ജനാസ കുളിപ്പിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ജനാസ ഖബറിൽ വെക്കുമ്പോൾ അതിനെ പിന്തുടർന്നാൽ നമുക്ക് മരണചിന്ത ഉണ്ടാവും. പക്ഷെ കുറച്ചു നേരം കൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പറയാണ്, അള്ളാഹുവിന്റെ വലിയ ഹിക്മത്ത് ഉണ്ട് അതിന് പിന്നിൽ. കാരണം ഒരാൾ എപ്പോഴും മരണത്തെ കുറിച്ചുള്ള ചിന്തയിലാണെങ്കിൽ, എല്ലാ നിമിഷവും ചിന്ത വേണം, പക്ഷെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന് ദുനിയാവിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഉലമാക്കൾ ഇവിടെ കിതാബുകൾ എഴുതിയിട്ടുണ്ടാവില്ല, ആളുകളിവിടെ ഇൽമ പഠിക്കുന്നുണ്ടാവില്ല, ദുനിയാവിൽ ഒന്നും തന്നെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല, നേരാവണ്ണം ഇബാദത്ത് ചെയ്യാൻ പോലും സാധിക്കില്ല. കാരണം പേടിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാനുമുള്ള കഴിവുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തത്. പല കാര്യങ്ങളും അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസാൽ ചെയ്യുമായിരുന്നു, 3 ദിവസം അടുപ്പിച്ച് നോമ്പ് നോൽക്കുമായിരുന്നു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, റസൂൽ നിങ്ങൾ ചെയ്യണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, അയ്യുക്കും മിസ്ലി, എന്നെ പോലെ ആരാ നിങ്ങളുള്ളത്, ഇന്നി അബീതു ഇൻദ റബ്ബി യുത്ഇമുനി വയുസ്ഖീനി, ഞാൻ എന്റെ റബ്ബ് എനിക്ക് രാത്രിയിൽ ഭക്ഷിപ്പിക്കുന്നുണ്ട്, രാത്രിയിൽ കുടിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ പോലെയല്ല ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അത് റസൂലുള്ളാഹിനെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്ന് ഭയപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് നമ്മളത് അറിയിച്ചിട്ടില്ല. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുകയും നാം ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഹദീസിൽ, അപ്പൊ ഈ ഹദീസിൽ അള്ളാഹുവിന്റെ ഉളമത്ത് മനസ്സിലാക്കുകയാണ്, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയാണ്. അടുത്ത ഹദീസിൽ വലി മുസ്ലിം അൻ ജുൻദബ് മർഫൂഅൻ, സ്വഹീഹ് മുസ്ലിം എന്നുള്ള മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റജുലൻ ഖാല വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ വഇന്ന അല്ലാഹ തആല ഖാല മൻ ദല്ലദി യതഅല്ലാ അലയ്യ അൻ ലാ അഗ്ഫിറ ലിഫുലാൻ ഫഇന്നി ഖദ് ഗഫർതു ലിഫുലാൻ വഅഹ്ബത്തു അമലക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റജുലൻ, ഒരു വ്യക്തി പറഞ്ഞു, ഖാല വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, അല്ലാഹു ആണേ, അള്ളാഹു ഇന്നാലിന്ന ആൾക്ക് പുറത്തു കൊടുക്കില്ല എന്നൊരുത്തൻ പറഞ്ഞു. വഇന്നല്ലാഹ തആല ഖാല, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ദല്ലദി യതഅല്ലാ അലയ്യ അൻ ലാ അഗ്ഫിറ ലിഫുലാൻ, ആരാണ് എന്റെ മേലെ അധികാരം ചെലുത്താനുള്ളത്, ഞാൻ ഇന്ന ആൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ. ഫഇന്നി ഖദ് ഗഫർതു ലിഫുലാൻ, ഞാൻ അവന് പുറത്തു കൊടുത്തിട്ടുണ്ട്. വഅഹ്ബത്തു അമലക്, നിന്റെ അമൽ ഞാൻ പൊളിച്ചു കളയുകയും ചെയ്തു, നിന്റെ അമൽ ഞാൻ നിഷ്ഫലമാക്കി. ഈ ഹദീസ് പല റിവായത്തുകളിൽ വ്യത്യസ്ത ആശയങ്ങൾ കാണാം. ഒരിക്കൽ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ അള്ളാഹുവിനെ ധാരാളമായി അനുസരിക്കുന്ന ആളാണ്, മറ്റേ ആൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ഇയാൾ എപ്പോഴും ഉപദേശിക്കും മറ്റേയാളെ, നീ ഇങ്ങനെ ദാവ്, നീ ഇങ്ങനെ അനുസരിക്കും, നീ ഇങ്ങനെ ഉപദേശിക്കും. അപ്പൊ ഒരു ദിവസം ഈ വ്യക്തി പറഞ്ഞു, നിന്നെ അള്ളാഹ് എന്റെ മേലെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, നീ എന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ആ ദേഷ്യത്തിൽ അയാൾ തിരിച്ചു പറഞ്ഞു, നീ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ പുറത്തു തരില്ല, നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഇവന് പുറത്തു കൊടുക്കുകയും മറ്റേ ആൾക്ക്, ഇത് പറഞ്ഞ ആളുടെ അമലുകളെല്ലാം നിഷ്ഫലമാക്കി കളയുകയും ചെയ്യുന്ന അവസ്ഥ. ഇതേ ആശയം പല ഹദീസിൽ കാണാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ ഒരു കാര്യം അധികാരപ്പെടുത്തി പറയാൻ ഒരാൾക്കും അവകാശമില്ല. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത്, അള്ളാഹു തആലയുടെ മേലെ ഇഖ്സാം ചെയ്യുന്നത് കിതാബു തൗഹീദിൽ ഇതിന്റെ ഒരു ബാബ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മേലെ വല്ലാഹി എന്ന ആവശ്യമില്ലാതെ പറയാൻ പാടില്ല എന്തെങ്കിലും. കാരണം അള്ളാഹുവിന്റെ മഹത്വത്തെയും അള്ളാഹുവിന്റെ ഉളമത്തിനെയും ജലാലത്തിനെയും മനസ്സിലായ ഒരാൾ ഒരിക്കലും അള്ളാഹു അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ അധികാരപ്പെടില്ല. കാരണം പരലോകത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അള്ളാഹുവിന്റെ മേലൊരാള് അള്ളാഹ് ഇങ്ങനെ ചെയ്യില്ല, അള്ളാഹ് ഇങ്ങനെ ചെയ്യും, നിന്നെ അള്ളാഹ് ശിക്ഷിക്കും, നിനക്ക് പുറത്തുതരില്ല എന്ന് പറയാൻ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാൾ തയ്യാറാവില്ല. അതാണ് ഈ ഹദീസിന്റെ പ്രാധാന്യം ഇവിടെ. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില വാക്കുകൾ, നമ്മൾ പറയുന്ന ചില വാക്കുകൾ നിസ്സാരമായിരിക്കും, പക്ഷെ അതിന്റെ പേരിൽ നാം അകറ്റപ്പെടുന്നത്, നരകത്തിലേക്ക് എറിയപ്പെടുന്നത്, നഊദു ബില്ലാഹ് നസ്അലുല്ലാഹൽ ആഫിയ അവസ്ഥയുണ്ടാവാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ, ഒരടിമ, ലയതകല്ലമു ബിൽ കലിമത്ത്, ഒരു വാക്ക് പറയും, മാ യതബയ്യന മാ ഫീഹാ യഹ്വി ബിഹാ, അവൻ അതുകൊണ്ട് വലിയ ഉദ്ദേശമൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു വാക്ക് കാരണത്താൽ യഹ്വി ബിഹാ ഫിന്നാരി അബ്അദ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും എത്ര ദൂരമുണ്ടോ അത്രത്തോളം ആഴത്തിലേക്ക് ആ വാക്ക് കൊണ്ട് അവന് നരകത്തിൽ എറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവൻ നിസ്സാരമായി കണ്ട വാക്കായിരിക്കും, അവൻ അതിനെക്കുറിച്ചൊന്നും വിചാരിച്ചിട്ട് പോലും ഉണ്ടാകില്ല, പക്ഷെ ആ വാക്കുകൊണ്ട് എത്തുന്ന അവസ്ഥയാണ്.
ഇവിടെ നമ്മൾ ബാഹ്യമായി ചിന്തിച്ചാൽ അയാൾ പറഞ്ഞ നല്ലൊരു വാക്കാണ്, അള്ളാഹ് എനിക്ക് പുറത്തു തരില്ല, അല്ലെങ്കിൽ അവന് പുറത്തു കൊടുക്കില്ല, അവന്റെ അവസ്ഥയ്ക്ക് അങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ മേലെ അധികാരപ്പെടുത്തി പറയാൻ ഒരു മഖ്ലൂഖിനും അധികാരമില്ല. ഈ ഹദീസ് ഒന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മഹത്വമാണ്. അത് ബോധ്യപ്പെട്ട ഒരാൾ ഒരിക്കലും ഇത് ചെയ്യില്ല. അതേസമയം അള്ളാഹുവിന്റെ ചില അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകുമെന്നുള്ള നിലക്കും അള്ളാഹുവിനെ മറ്റ് ഇക്റാം എന്നുള്ള നിലക്കും ദുനിയാവിന്റെ ചില വിഷയങ്ങളിൽ അവർ അള്ളാഹുവിനെ സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. ഇന്ന മിൻ ഇബാദില്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്, അവൻ അള്ളാഹുവിനെ സത്യം ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടപ്പിലാക്കി കൊടുക്കും. ദുനിയാവിന്റെ വിഷയങ്ങൾ, പരലോകത്തിന്റെ വിഷയത്തിലല്ല, ദുനിയാവിന്റെ ചില വിഷയങ്ങൾ. നമുക്ക് സഹാബാക്കളുടെയും സലഫുകളുടെയും എല്ലാം ചരിത്രത്തിൽ കാണാം. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കറാമത്ത് ചെയ്തത്, ഇക്റാം ചെയ്തത്, സഹായം ചെയ്തത്, സത്യപ്പെടുത്തിയത് അവരുടെ വാക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈമാനിന്റെയും അവരുടെ തവക്കുലിന്റെയും അവരുടെ യഖീനിന്റെയും ഫലമായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ പരലോകത്തെ ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ മേൽ അധികാരപ്പെടുത്തി പറയാൻ ഒരാൾക്കും അനുവാദമില്ല. ഇത് ഈ ഹദീസിൽ നിന്ന് അള്ളാഹുവിന്റെ അളമത്തിനെ, അള്ളാഹുവിന്റെ ജലാലത്തിനെ ഒരടിമ മനസ്സിലാക്കുന്നത് ഈ ഹദീസിൽ നമുക്ക് ലഭിക്കും. അടുത്ത ഹദീസ്, 17ാമത്തെ ഹദീസ്. വലഹു അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുൽ മുഅ്മിനു ما عند الله من العقوبة ما طمع بجنته أحد ولو يعلم الكافر ما عند الله من الرحمة ما قنط من جنته أحد. لو يعلم المؤمن, ഒരു മുഅ്മിൻ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, ما عند الله من العقوبة, അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഒരുക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷകളെ കുറിച്ച് ഒരുത്തൻ അറിഞ്ഞിരുന്നെങ്കിൽ, മാ തമിഅ ബിജന്നതിഹി അഹദുൻ, ഒരാളും അള്ളാഹുവിന്റെ സ്വർഗത്തിനെ പ്രതീക്ഷിക്കില്ല. കാരണം അത്ര ഗൗരവത്തിൽ അത്ര ഭയാനകമായ ശിക്ഷ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വലൗ യഅലമുൽ കാഫിർ, ഒരു കാഫിർ അറിഞ്ഞിരുന്നെങ്കിൽ, മാ ഇൻദല്ലാഹി മിനർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് എത്രത്തോളമാണെന്ന് ഒരു കാഫിർ അറിഞ്ഞിരുന്നെങ്കിൽ, മാ ഖനിത മിൻ ജന്നതിഹി അഹദുൻ, ഒരാളും സ്വർഗം കിട്ടുമെന്നതിൽ നിരാശപ്പെടുകയുമില്ല. അതായത് അള്ളാഹുവിന്റെ ശിക്ഷ അത്ര ഭയങ്കരമാണ്, അള്ളാഹുവിന്റെ റഹ്മത്തും അത്ര വിശാലമാണ്. അള്ളാഹുവിന്റെ ഗളബ് എന്നുള്ളതും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് എന്നുള്ളതും അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളതും പറയാൻ. ഇവിടെ നമുക്കറിയാം അള്ളാഹുവിന്റെ ഗളബിനേക്കാൾ റഹ്മത്ത് മുൻകടന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഒരാള് നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷ, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഉഖൂബത്തുകൾ, അദാബുകൾ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ പിന്നെ സ്വർഗത്തിനൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം അത്രയധികം ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. സലഫുകൾ പറയാറുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നീ വഞ്ചിതനാവരുത്. ഒരു ദീനാറിന്റെ 4/1 കട്ടവന്റെ കൈ വെട്ടാൻ പറഞ്ഞവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നഊദു ബില്ലാഹ്. പല ആളുകളും വിചാരിക്കും അവൻ ചെയ്ത പാപങ്ങൾ അള്ളാഹു തആല റഹ്മാനാണ്, അതുകൊണ്ട് വീണ്ടും ആ പാപത്തിൽ മുഴുകുക, അള്ളാഹു തആല എനിക്ക് പുറത്തു തരും, വീണ്ടും ആ പാപത്തിൽ മുഴുകുക. അതുകൊണ്ട് സലഫുകൾ പറഞ്ഞത് ഒരു ദീനാറിന്റെ ഒരു അംശം, കുറച്ച് ഭാഗം കട്ടവന്റെ കൈ മുറിച്ചു കളയാൻ, വെട്ടിക്കളയാൻ കൽപ്പിച്ചവനാണ് നിന്റെ റബ്ബ് എന്ന്. അപ്പൊ അതൊരു ഭാഗം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഒരു കാഫിർ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എന്തായാലും സ്വർഗം കിട്ടുന്നവൻ വിചാരിക്കുക, അവൻ സ്വർഗത്തെ നിരാശപ്പെടില്ല. കാരണം അത്രയധികം അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. അപ്പൊ ഈ രണ്ടവസ്ഥകളുണ്ടോ, ഈ രണ്ടവസ്ഥയുടെയും മധ്യത്തിൽ റജാഇന്റെയും ഖൗഫിന്റെയും നടുവിലായിക്കൊണ്ട് എപ്പോഴും ഒരു മുഅ്മിൻ ഉണ്ടാവണം. എപ്പോഴും മുഅ്മിന്റെ അവസ്ഥ അങ്ങനെയായിരിക്കും. അവന് നന്മ അള്ളാഹുവിനെ അനുസരിച്ചാലും അള്ളാഹുവിനെ ധിക്കരിച്ച് തിന്മ ചെയ്താലും അവന്റെ ഈമാൻ റജാഇന്റെയും ഖൗഫിന്റെയും നടുവിലായിരിക്കും. അള്ളാഹുവിനെ അനുസരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കും, ഇതിനുള്ള പ്രതിഫലം നൽകുമെന്നുള്ള പ്രതീക്ഷ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഭയം. ഒരു തിന്മ ചെയ്താൽ അള്ളാഹു ശിക്ഷിക്കുമോ എന്നുള്ള ഭയം. അള്ളാഹു പുറത്തു തന്ന് എന്റെ തൗബ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ. ഏതവസ്ഥയിലും ഒരു മുഅ്മിനിന്റെ അവസ്ഥ അങ്ങനെയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാഫിറിൽ പറഞ്ഞത് നമുക്ക് കാണാം. حميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, അതുപോലെ തന്നെ ശക്തമായി ശിക്ഷിക്കുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിനെ ഈ രണ്ട് രീതിയിലും മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന ഒരു ഹദീസാണിത്.
ഒരു മുഅ്മിൻ ശിക്ഷയെ കുറിച്ച് അറിഞ്ഞാൽ അവൻ സ്വർഗത്തിലുള്ള പ്രതീക്ഷ ഉണ്ടാവില്ല. ഒരു കാഫിർ റഹ്മത്തിനെ കുറിച്ച് അറിഞ്ഞാൽ അവൻ സ്വർഗത്തിനെ കുറിച്ച് നിരാശപ്പെടുകയുമില്ല എന്നുള്ളത് ധാരാളം ചിന്തിക്കേണ്ട ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അടുത്ത ഹദീസ് 18 ബുഖാരി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم ابن مسعود റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹ് ബുഖാരിയിലെ അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി വൻ നാറു മിസ്ലു ദാലിക്. അൽ ജന്നത്തു സ്വർഗം അഖ്റബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി ഒരുത്തന്റെ ചെരുപ്പിന്റെ വിരലിടുന്ന ആ വള്ളി, അതിനാണ് ഷിറാക്ക് പറയാ. ചെരുപ്പിന്റെ വള്ളി വാറ് അതിന്റെ അത്ര അടുത്തതാണ് ഒരുത്തന്റെ സ്വർഗം. അതുപോലെ തന്നെ വന്നാറു മിസ്ലു ദാലിക് നരകവും അവന്റെ ചെരുപ്പിന്റെ വാറിനോളം അടുത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. അതായത് ഒരാളുടെ തീരുമാനം അവന്റെ ജീവിതത്തിന്റെ പര്യവസാനം എന്തുമാകാം, സ്വർഗമാകാം നരകമാകാം. ആ രണ്ടും അവന്റെ ചെരുപ്പിന്റെ വാറ് അവന്റെ ശരീരത്തിലേക്ക് എത്ര അടുത്ത് നിൽക്കുന്നുണ്ടോ ആ ചെരുപ്പിനെ പിടിച്ചു നിർത്തേണ്ടതാണ് ചെരുപ്പിന്റെ വാറ്, അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്ര അടുത്തിട്ടുണ്ടോ അത്ര അടുത്താണ് നരകവും സ്വർഗവും ഒരുത്തനെ സംബന്ധിച്ച്. അതായത് ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ നമുക്ക് കാണാം. ചില ആളുകൾ സ്വർഗത്തിലേക്കുള്ള അമല് ചെയ്തുകൊണ്ടേയിരിക്കും, അവസാന സമയത്ത് അവൻ നരകത്തിന്റെ അമല് ചെയ്ത് നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ. നരകക്കാരൻ അമല് ചെയ്തുകൊണ്ടേയിരിക്കും, അവസാന സമയത്ത് ഒരു ചാണ് ദൂരം ഉണ്ടാവുള്ളൂ, അവസാന സമയത്ത് നന്മ ചെയ്ത് തൗബ ചെയ്ത് സ്വർഗാവകാശിയാകുന്ന അവസ്ഥ. ഇങ്ങനെ പല സന്ദർഭങ്ങൾ കാണാം. കിതാബു തവ്വാബീനിൽ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹം കൊടുക്കുന്ന ഒരു സംഭവം കാണാം. രണ്ട് മുൻഗാമികളിൽ ബനൂ ഇസ്രായേലുകളോ അല്ലെങ്കിൽ മുൻഗാമികളോ ഉണ്ടായ ഒരു ചരിത്രം. രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. രണ്ട് സഹോദരന്മാർ ഒരാൾ വളരെയധികം തെമ്മാടിയായി ജീവിക്കുന്ന ആളാണ്, മറ്റേയാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഒരു വീടിന്റെ താഴെയും മുകളിലുമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോ 20 വർഷത്തോളം ഒരാൾ തെമ്മാടിയായി ജീവിച്ചു, മറ്റേയാൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ തെമ്മാടിയായ ആൾക്ക് ഒരു ദിവസം തോന്നി, ഞാൻ എന്താ ഇങ്ങനെ ജീവിക്കുന്നത്, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, ഞാൻ എന്റെ സഹോദരന്റെ ഒപ്പം കൂടിയിട്ട് കുറച്ചു കാലം നന്നായി ജീവിച്ച് ഇനി മരിക്കുന്ന അത്രയും നന്നായി ജീവിക്കണം. ആ സമയത്ത് മുകളിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾക്ക് തോന്നി, ഞാൻ എന്താ ഇങ്ങനെ എന്റെ അന്യം കണ്ടില്ലേ ദുനിയാവ് ആസ്വദിക്കുന്നത്, ഞാൻ കുറച്ചു കാലം അവന്റെ ഒപ്പം കൂടിയിട്ട് പിന്നെ തൗബ ചെയ്തിട്ട് മടങ്ങിയിട്ട് നന്നാവാൻ. അങ്ങനെ അവർ രണ്ടുപേരും ഈ കോണിപ്പടി രണ്ടും കയറുന്ന സമയത്ത് അത് പൊളിഞ്ഞു വീഴുകയും ആ രണ്ടുപേരും ആ സമയത്ത് മരിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ കിതാബു തവ്വാബീനിൽ ഒരുപാട് ബനൂ ഇസ്രായേലുകളും എല്ലാ മസ്റകൾ കൊടുക്കുന്നുണ്ട്. അതിൽ പെട്ടൊരു സംഭവമാണ്. ആ രണ്ടുപേര് മരിക്കുകയും ഈ തെമ്മാടിയായ ഈ വ്യക്തി അവൻ സ്വർഗാവകാശികളുടെ അവസ്ഥയിലേക്കും മറ്റേയാൾ നരകാവകാശികളുടെ അവസ്ഥയിലും എത്തി മരിക്കുന്ന അവസ്ഥ. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാനം നന്നാക്കി തരട്ടെ. അവസാനമാണ് നമ്മുടെ ഏറ്റവും ഉത്തമമാകേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നത് അത്ര അടുത്തിട്ടാണ്. അപ്പൊ നമ്മുടെ ഖൽബിനകത്തുള്ളത് നമ്മുടെ അവസാന സമയത്ത് പുറത്തേക്ക് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം നമ്മുടെ ഖൽബിൽ നാം പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ ഈമാൻ അത് സത്യസന്ധമാണോ അതോ കപടമാണോ, അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ഇബ്ലീസിനെ വെച്ച് പറഞ്ഞത്. ഇബ്ലീസ് മലക്കുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നന്നായി ഇബാദത്ത് ചെയ്യുമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം ഇബ്ലീസിന്റെ ഖൽബിനകത്തെ കുഫറും നിഫാഖും, അല്ലെങ്കിൽ ഇബ്ലീസിന്റെ ഉള്ളിലെ കുഫറും നിഫാഖും, മലക്കുകളിലുള്ള ത്വാഅത്തും തസ്ലീമും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലുള്ളതും. ഈ രണ്ടെണ്ണം പുറത്തു കൊണ്ടുവരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ആ സുജൂദ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇബ്ലീസിന്റെ ഉള്ളിലെ കുഫറും പുറത്തേക്ക് വന്നു, മലക്കുകളുടെ മുമ്പിലുള്ള ത്വാഅത്തും പുറത്തേക്ക് വന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പരീക്ഷിച്ച് നാം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാം അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് അത് സത്യസന്ധമാണോ എന്നറിയുന്നത് വരെ പരീക്ഷിക്കും. അത് സത്യസന്ധമാണെന്ന് തെളിയിച്ചു കൊടുത്താൽ നാം ചിന്തിക്കാത്ത രീതിയിൽ അല്ലാഹുവിന്റെ സഹായം വന്നെത്തും. അതാണ് അല്ലാഹുവിന്റെ സുന്നത്ത്. മുൻഗാമികളിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മളിലും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക. അടുത്ത ഹദീസ് 19 وعن أبي هريرة رضي الله عنه مرفوعا أن امرأة بغيا رأت كلبا في يوم حار يطيف ببئر قد أدرع لسانه من العطش فنزعت موقها فغفر لها. നമ്മൾ കേട്ട് പരിചയിച്ച ഹദീസാണ്. അന്ന ഇംറഅതൻ ബഗിയൻ, തെമ്മാടിയായിരുന്ന വ്യഭിചാരിണിയായിരുന്ന ഒരു സ്ത്രീ, റഅത് കൽബൻ ഫി യൗമി ഹാരിൻ യുതീഫു ബിബിഇരിൻ ഖദ് അദ്റഅ ലിസാനഹു മിനൽ അത്ഷ്,
ആ സ്ത്രീ ഒരു ദിവസം, നല്ല ചൂടുള്ള ഒരു ദിവസം, ഒരു കിണറിന്റെ അടുത്തായിട്ട് ഒരു നായ അതിന്റെ നാവ് ഭൂമിയിലിട്ടിങ്ങനെ ദാഹം കൊണ്ട് നിലത്തിട്ടിങ്ങനെ ഒഴുതാണ്, എന്തെങ്കിലും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അത് കണ്ടു. അത് കണ്ടപ്പോൾ അവൾ അവളുടെ കാലിലിരുന്ന തോൽ വസ്ത്രം, അവള് പറഞ്ഞ ഷൂസ്, അത് ഊരി അതില് വെള്ളമെടുത്ത് അതിനെ കുടിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് പുറത്തു കൊടുത്തു എന്ന്. ചില റിവായത്തുകൾ നമുക്ക് കാണാം, അവൾ ദാഹിച്ചിട്ട് ആദ്യം വെള്ളം കുടിച്ചു, തിരിച്ചു കയറിയപ്പോൾ ഈ നായ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അവ വീണ്ടും അതിലേക്ക് ഇറങ്ങി തന്റെ കാലിലെ വസ്ത്രത്തില് അല്ലെങ്കിൽ ഷൂസിൽ അതിലെടുത്തിട്ട് വെള്ളമെടുത്ത് നായയെ കുടിപ്പിച്ചു. ഇതോടൊപ്പം 20ാമത്തെ ഹദീസും പറയണം, കാരണം ഈ 2 ഹദീസും ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഷെയ്ഖ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. വഖാല, അതുപോലെ തന്നെ ഈ അബൂ ഹുറൈറ തന്നെ പറയുന്ന ഹദീസ് നമുക്ക് കാണാം, ദഖലത് ഇംറഅത്തുൻ നാറ ഫീ ഹിർറത്തിൻ ربطتها فلم تطعمها ولم تدعها تأكل من خشاش الأرض. دخلت امرأة النار, ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു. في هرة ربطتها فلم تطعمها ولم تدعها تأكل من خشاش الأرض. ഒരു പൂച്ച കാരണത്താൽ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി കാരണത്താൽ അവൾ അതിനെ കെട്ടിയിട്ടു. അവൾ അതിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തില്ല, അതിനെ ഭൂമിയിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയും ചെയ്തില്ല. അവൾ ആ കാരണം കൊണ്ട് നരകത്തിൽ പ്രവേശിച്ചു. ഇതിന്റെ ചില റിവായത്തുകൾ നമുക്ക് കാണാം, ഈ സ്ത്രീ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഈ 2 ഹദീസുകളെ സംബന്ധിച്ച് ഖാല സുഹ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഹിയ ലി അല്ലാ യത്തകില അഹദുൻ വലാ യയഅസ അഹദുൻ. അതുകൊണ്ട് തന്നെ ഒരാളും തന്റെ ഒരു കർമ്മത്തിന്റെ മേലെ പ്രതീക്ഷ വെച്ച് നിൽക്കണ്ട, നിരാശപ്പെട്ടിട്ട് നിൽക്കണ്ട. ഒരാൾ ഒന്നിന് പ്രതീക്ഷ വെച്ച് നിൽക്കണ്ട, നിരാശപ്പെട്ട് നിൽക്കണ്ട. ഈ 2 ഹദീസുകൾ ഓരോ മുഅ്മിനും ധാരാളമായി ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു സ്ത്രീയുടെ ഏറ്റവും മോശമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ചാരിത്രം ഏറ്റവും മോശമായ രീതിയിൽ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ചെയ്യുന്ന വ്യഭിചാരിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു നായ, മനുഷ്യർ മൃഗങ്ങളിൽ പോലും ഏറ്റവും മോശമായി കാണുന്ന ചില ഹദീസുകൾ, അതിനെ വധിക്കാമെന്ന നിലയ്ക്ക് വരെ പറയുന്ന ഹദീസ്, അതിനെ കൊല്ലാൻ വരെ പറയുന്ന ചില ഹദീസുകൾ ചില സാഹചര്യത്തിൽ അതുപോലെ അത്രയും മോശമായി കാണുന്ന ഒരു ജീവി, ആ ജീവി ദാഹിച്ച് വലഞ്ഞതിന്റെ പേരിൽ, അതിന് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അവളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചില റിപ്പോർട്ടുകളിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളത്. അതേസമയം മറ്റൊരു സ്ത്രീ നന്നായി ഇബാദത്ത് ചെയ്യുന്ന, നിസ്കാരം നിർവഹിക്കുന്ന, അല്ലെങ്കിൽ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ആ രീതിയിൽ നല്ലൊരു സ്ത്രീ, ആ സ്ത്രീ ഒരു പൂച്ചക്കുട്ടിയെ കെട്ടിയിടുകയും അതിന് ഭക്ഷണം നൽകാതിരിക്കുകയും ഭക്ഷണം അതിന് തേടിപ്പിടിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവാൻ അനുവദിക്കാതെ കെട്ടിയിടുകയും ചെയ്തതിന്റെ പേരിൽ നരകത്തിലും കടന്നു എന്നുള്ളത്. നഊദു ബില്ലാഹ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അമലുകളുടെ നിസ്സാരമായ അമലിന് വരെ കൊടുക്കുന്ന പ്രാധാന്യം. ഇവിടെ ഒന്നാമത്തെ ഈ സ്ത്രീക്ക് പുറത്തു കൊടുക്കാനുള്ള കാരണങ്ങൾ പലതായിരിക്കാം. ഉലമാക്കൾ പറയുന്ന ചില കാരണങ്ങൾ, ഒന്ന്, ആ സ്ത്രീയുടെ കൽബിൽ ആ ജന്തുവിനോടുണ്ടായിരുന്ന റഹ്മത്ത്, അതിനോട് ഒരു നായയോടുണ്ടായിരുന്ന ഒരു കാരുണ്യം എന്നുള്ളത്. രണ്ടാമത്തേത്, അതിന് വെള്ളം എടുത്തു കൊടുക്കാൻ ആ സ്ത്രീ പെട്ട കഷ്ടപ്പാട്, അതുകൊണ്ട് അനുഭവിച്ച ബുദ്ധിമുട്ട്, അതായിരിക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തേത്, ഒരു ദാഹം കാരണത്താലാണ്, താൻ അനുഭവിച്ച അതേ ദാഹം അതിനും അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ദാഹത്തിനെ തീർക്കാൻ വേണ്ടി ചെയ്തു, അതുകൊണ്ടായിരിക്കാം. എന്ത് കാരണമാണെങ്കിലും ഏതൊരു ജീവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഫികുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ, ഏതൊരു പച്ചക്കരളുള്ള ജീവിയോടും എന്തൊരു നന്മ ചെയ്താലും അതിന് പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുകയും, ഒരു മുസ്ലിമിനോട്, ഒരു മനുഷ്യനോട് ചെയ്താലുള്ള മഹത്വം എത്രയാണ്? ഒരു നായയോട് ചെയ്താൽ ഇത്രയുണ്ടെങ്കിൽ ഒരു മനുഷ്യനോട് ചെയ്താൽ, മുഅ്മിനോ കാഫിറാവട്ടെ, ഇനി അതിൽ മുഅ്മിനായ ഒരാളോട് ചെയ്താലോ അതിന്റെ പ്രതിഫലം, മഹത്വം എത്രയായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്ഥാനം എത്രയായിരിക്കും? ഈ ഹദീസ് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ നോക്കിക്കാണുന്ന വിധത്തെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ഹദീസാണിത്. അത്രയും മോശമായി നമുക്ക് തോന്നുന്ന ആളായിരിക്കും, പക്ഷെ ആ ഒരു നന്മ കൊണ്ട് അവർ മാറുന്ന മാറ്റമായിരിക്കാം. അതുപോലെ തന്നെ നല്ലതായി തോന്നുന്നത്, ഈ സ്ത്രീ ഒരു പൂച്ചക്കുട്ടിയെ കെട്ടിയിട്ടതാണ്. അപ്പൊ എത്ര ആളുകളാണ് എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ മുസ്ലിമീങ്ങളെ നാവുകൊണ്ട് ഉപദ്രവിക്കുന്ന, മറ്റു രീതിയിൽ ഉപദ്രവിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒരു പൂച്ചക്കുട്ടിയോട് ചെയ്തതിന്റെ പേരിലാണ് നരകത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ മനുഷ്യന്മാരോട് ചെയ്താലോ
മുസ്ലിമീങ്ങൾ ചെയ്താലോ? അതുകൊണ്ട് ഈ ഹദീസുകൾ നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, വളരെയധികം ഗൗരവത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട രണ്ട് ഹദീസുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം റഹ്മത്തുള്ളവനാണെന്നും എത്രത്തോളം നീതി കാണിക്കുന്നവനാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഹദീസ് 21ാമത്തെ ഹദീസ് وعنه مرفوعا أبو هريرة رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസിൽ عجب ربنا عز وجل من قوم يقادون إلى الجنة في السلاسل رواه أحمد والبخاري. عجب ربنا, നമ്മുടെ റബ്ബ് അത്ഭുതം കൂടുന്നു, ഉജുബ് ഉണ്ടാവുന്നു, മിൻ ഖൗമിൻ, ഒരു ജനതയെ സംബന്ധിച്ച്, യുഖാദൂന ഇലൽ ജന്നതി ഫി സലാസിൽ, ചങ്ങലകളിലായിക്കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നത് കണ്ടിട്ട്. ഇതെന്താണ് ചങ്ങലകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ഉലമാക്കൾ പറയുന്നു. ജിഹാദിന്റെ സമയത്ത് കുഫാറുകളായിട്ട് പിടിക്കപ്പെടുന്ന ആളുകൾ, ബന്ധിതരാകുന്ന ആളുകൾ, അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും, അവർ ബന്ധിതരായ അവസ്ഥയിലായിരിക്കും, അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അവർ സ്വർഗാവകാശികളായി മാറുന്ന അവസ്ഥ, കൂട്ടമായിട്ടായിരിക്കും മാറുന്നത്. അങ്ങനെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൂടുന്നു. ഇവിടെ ഹദീസിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ തഅജ്ജുബ് എന്നുള്ള സിഫത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൂറുന്നവനാണ്. ഇത് മനുഷ്യരുടെ ഉജുബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. ഉജുബുൻ നഫ്സ്, ഞാൻ നല്ല ആളാണ്, ഞാൻ കുഴപ്പമില്ല എന്നൊരാൾക്ക് തോന്നാൻ, അത് ഇൽമില്ലാത്ത ഉജുബാണ്, അവന്റെ വിഡ്ഢിത്തമാണത്. ഒരുത്തന്റെ ജഹില് തെളിവായിട്ട് ഉലമാക്കൾ പറയാറുള്ളതാണ് അവന് ഉജുബ് ഉണ്ടാവുക എന്നുള്ളത്. ശിർക്കിന്റെ ഇനമായിട്ടും ഉലമാക്കൾ പറയാറുണ്ടത്, ഞാൻ കുഴപ്പമില്ല, ഞാൻ എന്തൊക്കെയാണ് എന്നുള്ള തോന്നൽ. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് മറ്റേത് സിഫത്ത് പോലെയും അള്ളാഹുവിന് യോജിച്ച രീതിയിൽ, അള്ളാഹുവിന്റെ മഹത്വത്തെ യോജിച്ച രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തഅജ്ജുബ് ഉണ്ടാകും, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൂറും. വേറെയും പല ഹദീസുകളിലും അള്ളാഹുവിന്റെ ഉജുബിനെ സംബന്ധിച്ച്, തഅജ്ജുബിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പല റിപ്പോർട്ടുകളും ഈ ഹദീസുകളെ സംബന്ധിച്ച് കാണാം. ഇവിടെ ഈ അള്ളാഹുവിന്റെ ഉജുബ്, അള്ളാഹു അത്ഭുതം കൂടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ റബ്ബിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നിടത്ത് ഈ ഓരോ ഹദീസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റബ്ബ് മറ്റുള്ളവരെല്ലാം ഇബാദത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരാധിക്കുന്ന ഏതെങ്കിലും വിഗ്രഹങ്ങളെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാക്കളെ പോലെ എന്ന് പറയുന്നവർ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറിനെ പോലെ അവരുടെ ഇലാഹുകൾക്ക് യാതൊരു ഗുണങ്ങളില്ല, അവരുടെ ഇലാഹിനെ കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. പക്ഷെ നമ്മുടെ റബ്ബിനെ കുറിച്ച് നാം ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വ്യക്തമായ ബോധം നമുക്കുണ്ടാവണം. അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളും, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സിഫത്തുകൾ, അസ്മാകൾ, അതിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള അളമത്ത് വർദ്ധിക്കും, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് വർദ്ധിക്കും. അങ്ങനെ അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അള്ളാഹുവിന്റെ തഅജ്ജുബ് എന്നുള്ള സിഫത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൂറുന്നവനാണ് എന്നുള്ള സിഫത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഹദീസ് 22ാമത്തെ ഹദീസ്. وعن أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما أحد أصبر على أذى سمعه من الله يدعون له الولد ثم يعافيهم ويرزقهم رواه البخاري. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ അഹദുൻ അസ്ബറു അലാ അദൻ സമീഅഹു മിനല്ലാഹ്, ഒരാളുമില്ല അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്നവനായിട്ട്, തന്നെ പറ്റി പറയുന്ന ഒരു ആക്ഷേപം കേട്ടിട്ട് അള്ളാഹുവിനേക്കാൾ ക്ഷമ അവലംബിക്കുന്ന ഒരാളും തന്നെ ഇല്ല. യദ്ദഊന ലഹു അൽ വലദ്, അവര് വാദിക്കുന്നു, അതായത് ജൂതനസാറാക്കൾ വാദിക്കുന്നു അല്ലെങ്കിൽ നസാറാക്കൾ വാദിക്കുന്നു അള്ളാഹുവിന് ഒരു മകനുണ്ട് എന്ന്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ثم يعافيهم ويرزقهم, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നു, അവർക്ക് റിസ്ക് കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ക്ഷമ, അള്ളാഹുവിന്റെ സ്വബർ എന്നുള്ള സിഫത്ത് നമുക്കിതിൽ മനസ്സിലാവും. അള്ളാഹുവിന്റെ ഇസ്മിൽ പെട്ടതാണ് സ്വബൂർ, അങ്ങേയറ്റം ക്ഷമിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ ക്ഷമ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാം അവസ്ഥ എന്താകുമായിരുന്നു? അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ പോകുന്ന മനുഷ്യരുടെ നേരെ അള്ളാഹുവിന്റെ ശിക്ഷ ഉടനടി ഇറങ്ങുമായിരുന്നു. പക്ഷെ അള്ളാഹു ധാരാളമായി അങ്ങേയറ്റം ക്ഷമിക്കുന്നവനാണ്. ആ ക്ഷമയ്ക്ക് ഏറ്റവും നല്ല ഒരുപമയാണ് നസാറാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മേലെ ആക്ഷേപിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം.
ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മകനാണ് എന്നുള്ളത്. ആ ആക്ഷേപം ആക്ഷേപിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം ചെയ്തത് എന്താണ്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നുണ്ട്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ ക്ഷമയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ഇല്ലാ അതി റഹ്മാനി അബ്ദാ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിമകളായിട്ട് അബ്ദായിട്ട് വന്നെത്തുന്നവരാണ്. സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എല്ലാവരും ഒറ്റയ്ക്ക് അടിമകളായിട്ട് വന്നെത്തുന്നതാണ്. അള്ളാഹുവിനൊരു ഇണയോ സന്താനമോ ഇല്ല തന്നെ. എന്നാൽ അള്ളാഹുവിന്റെ ക്ഷമ എന്നുള്ളത് അള്ളാഹുവിന്റെ ക്ഷമയിൽപ്പെട്ടത് തന്നെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഈ കൂട്ടർക്ക് അർഹമായ ശിക്ഷ നൽകുക എന്നുള്ളത്. ദുനിയാവിലും പരലോകത്തിനും അള്ളാഹുവിന്റെ സുന്നത്താണ്. ഫിർഔനെ സംബന്ധിച്ച് നമുക്കറിയാം. ഫിർഔൻ ഞാനാണ് റബ്ബ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിയായ ക്ഷമയവലംബിക്കുന്നതാണ്. അതായത് ഫിർഔനിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് പോലും നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഫിർഔനിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ മരിപ്പിക്കാൻ ഒന്നും ആവശ്യമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചാണ് അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയെ അവലംബിച്ചു. ഫിർഔൻ പറഞ്ഞ എന്റെ കാലിൻ ചുവട്ടിലാണ്, എന്റെ അധികാരത്തിലാണ് ഈ നദി ഒഴുകുന്നത്, കടൽ ഒഴുകുന്നത് എന്ന് പറഞ്ഞ ഫിർഔനിനെ അതേ കടലിൽ തന്നെ മുക്കിക്കൊല്ലുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. മറ്റുള്ളവർക്ക് ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ ثم اضطره الى عذاب النار وبئس المصير. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് കുറച്ചു കാലം ഒരു ആസ്വാദനം അള്ളാഹു തആല നൽകും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകശിക്ഷയിലേക്ക് അവരെ നിർബന്ധിക്കുന്നതാണ്, അല്ലെങ്കിൽ നരകശിക്ഷ നൽകുന്നതാണ്. അടുത്തൊരു ഹദീസ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 23ാമത്തെ ഹദീസ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أحب الله تعالى العبد نادى جبريل إن الله تعالى يحب فلانا فأحببه فيحبه جبريل فيناديه في أهل السماء إن الله يحب فلانا فأحبوه فيحبه أهل السماء ثم يوضع له القبول في الأرض. رواه البخاري ومسلم. رسول الله صلى الله عليه وسلم പറഞ്ഞു, إذا أحب الله تعالى العبد, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ നാദാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. ഇന്ന അല്ലാഹ തആല യുഹിബ്ബു ഫുലാനൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫഅഹ്ബിബ്ഹു, നീയും അവനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും. ഫയുനാദി ഫി അഹ്ലിസ് സമാ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്തുള്ള മലായിക്കത്തുകളോട്, നമുക്കറിയാം കോടിക്കണക്കിന് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത മലക്കുകൾ, നമുക്കറിയില്ല അതിന്റെ എണ്ണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവരെല്ലാം വിളിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ, ഇന്നാലിനാളുടെ പേര് വിളിച്ചിട്ട് പറയും, അള്ളാഹു ഇന്നാലിനാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫഹിബ്ബൂഹ്, നിങ്ങൾ എല്ലാവരും അവനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, അങ്ങനെ ആകാശത്തുള്ളവരെല്ലാം അവനെ ഇഷ്ടപ്പെടും. സുമ്മ യുദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, അങ്ങനെ ആ ഇഷ്ടത്തെ, ആ സ്വീകാര്യതയെ ഭൂമിയിലേക്ക് ഇറക്കും. മറ്റു ചില റിവായത്തിൽ നമുക്ക് കാണാം, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുഅ്മിന്റെയും ഖൽബിൽ, ഓരോ ഭൂമിയിലുള്ളവരുടെ ജന്തുജീവലാംഗങ്ങളുടെ പോലും ഉള്ളിൽ അവനോടുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട് അവനോടുള്ള ഹുബ്ബ് ഇട്ടുകൊടുക്കുമെന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി സൂറത്ത് മറിയമിലെ ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല വുദ്ദിട്ട് കൊടുക്കും, ബാക്കിയുള്ളവരുടെ ഹൃദയത്തിൽ ഹുബ്ബിട്ട് കൊടുക്കും. ഇവിടെ ഈ ഹദീസിൽ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഹുബ്ബ് എന്നുള്ള സിഫത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹു അടിമകളെ ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹു അടിമകളെ സ്നേഹിക്കുന്നവനാണ്. ഒരുപാട് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ഹബ്ബല്ലാഹു ഖൗമൻ ഫബ്തലഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. അള്ളാഹു തആല ഹുബ്ബ് അള്ളാഹുവിനെ യോജിച്ച രീതിയിൽ, അതാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ അള്ളാഹു തആല പരീക്ഷിക്കുന്ന പ്രവാചകന്മാരെ, പിന്നെ അതിനോടടുത്ത ആളുകൾ, പിന്നെ അതിനോടടുത്ത ആളുകൾ. ഇത് അള്ളാഹുവിന്റെ ഹുബ്ബിനൊരു തെളിവാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹുബ്ബ്. നമ്മൾ വിചാരിക്കും നമ്മൾ മനുഷ്യനൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക, അവനോട് സ്നേഹം അങ്ങനെ കാണിക്കുക, എന്താണ് ചെയ്യേണ്ടത് അറിയില്ല, അങ്ങനെ കാണിക്കുക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുബ്ബ് അള്ളാഹുവിനെ യോജിച്ച രീതിയിൽ, മനുഷ്യരെ പോലെയാകില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ ഹുബ്ബിനുള്ള ഒരു തെളിവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഹുബ്ബ് എന്നുള്ളത്. ആ ഹുബ്ബ്
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തുകൾ എല്ലാവരും ആ അടിമയെ ഇഷ്ടപ്പെടും. പേര് പറഞ്ഞ് ഇഷ്ടപ്പെടുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇന്നാൾ അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് മലായികത്തുകളെല്ലാം ഇഷ്ടപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കി, ആകാശത്തിൽ മലക്കുകൾക്കിടയിൽ നമ്മുടെ പേര് പറഞ്ഞ് അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥ. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ആ ഹബ്ബിനെ ഭൂമിയിലുള്ള നല്ല ആളുകളുടെ ഹൃദയത്തിലേക്ക്, കുഫാറുകളുടെയും അതുപോലെ മുനാഫിക്കുകളുടെയും അല്ല, മുസ്ലിമീങ്ങളുടെ ഈമാനുള്ളവരുടെ കൽബിലേക്ക്, അതുപോലെ ബാക്കി എല്ലാ ജന്തുജീവജാലങ്ങളിലും ഇവനോടുള്ള ഹുബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുക്കും. അങ്ങനെ നമുക്ക് ആരെങ്കിലും നമ്മെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹം നമുക്ക് വേണമെങ്കിൽ, സത്യത്തിൽ നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ഹുബ്ബ് നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭാര്യയുടെ ആവട്ടെ, മക്കളുടെ ആവട്ടെ, മാതാപിതാക്കളുടെ ആവട്ടെ, അവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള ഹുബ്ബ് ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും അവരുടെ ഉള്ളിൽ വുദ് ഉണ്ടാവില്ല. വുദ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് പാഷനേറ്റ് ലവ് എന്ന് പറയും. ഒരു കളങ്കമില്ലാത്ത, മറ്റൊരു കാര്യം ആവശ്യമില്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്നതിനാണ് വുദ് എന്ന് പറയുക. അപ്പോൾ ഒരു കളങ്കമില്ലാത്ത ഇഷ്ടം അള്ളാഹു വിട്ടുകൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കൽബുകളുടെ ഉടമ. അള്ളാഹുവിന്റെ കൈകളിലാണ് എല്ലാ അടിമകളുടെയും കൽബ്. അപ്പോൾ നാം ചെയ്യേണ്ടത് നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുകയും ചെയ്താൽ മറ്റെല്ലാവരും നമ്മെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആലയാക്കും. അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിന് ഹുബ്ബ് എന്നുള്ള സിഫത്തുണ്ട്. അള്ളാഹു തആല നമ്മെ സ്നേഹിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നാം ധൃതി കാണിക്കുക. അങ്ങനെ ഉണ്ടായാൽ മറ്റെല്ലാ സൃഷ്ടികളുടെ ഉള്ളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടുള്ള ഹുബ്ബ് ഇട്ടുകൊടുക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്ന, അള്ളാഹുവിന് യഥാർത്ഥ രൂപത്തിൽ ഈമാൻ ഉണ്ടാകുന്ന അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാത്തു വസ്സലാമു അലാ النبي وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.